ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെരമ്യാവ് 17 അധ്യായം 7-8 വാക്യങ്ങൾ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, വളരെയധികം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലാണെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതികഠിനമായ ചൂട് മൂലം മനുഷ്യരും മൃഗങ്ങളും എല്ലാം കഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കാത്ത, വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതായ, ആറ്റരികെ വേരൂന്നിരിക്കുന്ന ഒരു വൃക്ഷത്തെ കുറിച്ചാണ്. അതിന് മുന്നോടിയായി 7-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മൾ എല്ലാവരും മിക്കവരും യഹോവയിൽ ആശ്രയിക്കുന്നവരാണ്. പക്ഷെ യഹോവ തന്നെയാണോ എൻ്റെ ആശ്രയം? പലപ്പോഴും നമ്മുടെ വിശ്വാസവും നമ്മുടെ ആഗ്രഹവും നമ്മുടെ ആശ്രയമെല്ലാം പല കാര്യങ്ങളിലായി പോവാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പണത്തിലാവാം, നമ്മുടെ സമ്പാദ്യത്തിലാകാം, നമ്മുടെ മാതാപിതാക്കളിലായിരിക്കാം, നമ്മുടെ പാരമ്പര്യത്തിലായിരിക്കാം, പല ഏരിയാസിലായിരിക്കാം നമ്മുടെ വിശ്വാസം കിടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷ കിടക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എനിക്ക് എൻ്റെ മാതാപിതാക്കളുണ്ട് ഓടിച്ചെന്ന് പറയാൻ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പണമുണ്ട്, എൻ്റെ കയ്യിൽ സൗന്ദര്യമുണ്ട്, എൻ്റെ കയ്യിൽ വിദ്യാഭ്യാസമുണ്ട്. അങ്ങനെ പല ആശ്രയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ ഇവിടെ കാണുന്നു, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലാണ് 8-ാം വാക്യം അപ്ലൈ ആയിരിക്കുന്നത്. അവൻ എങ്ങനെയുള്ളവനായിരിക്കും? അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയായിരിക്കും. നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു ചെടികൾ കാണാം. ഒരു ചീര നട്ടാലോ ഒരു മുളക് തൈ നട്ടാലോ അതിനെല്ലാം ഒരു കാലാവധി ഉണ്ട്. നമ്മളത് ഒരു ദിവസം ചീര നനച്ചില്ലെങ്കിൽ എന്തായിരിക്കും? അത് വാടിപ്പോകും. പക്ഷെ നമ്മുടെ വീട്ടിലെ വലുതായ ഒരു പ്ലാവോ ഒരു മാവോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആരും അതിന് ഡെയിലി പോയി, ഇത്രയും ചൂട് കാലഘട്ടത്തിലും നമ്മളൊരു പ്ലാവിന് പോയി നനയ്ക്കാറില്ല. അത് വളർന്ന് അതിന്റെ വേര് പിടിച്ച് അത് വേരെത്തേണ്ടടുത്ത് എത്തി. ഇനി അതിനാവശ്യമായത് അത് തന്നെ കൈക്കൊണ്ടുകൊള്ളും. ഇതുപോലെയാണ് യഥാർത്ഥമായിട്ട് ദൈവവചനത്തിൽ വേരൂന്നി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ കാര്യം. അത് ഇഷ്ടം തട്ടുമ്പോൾ അത് പേടിക്കില്ല. എന്തൊക്കെ പ്രതിസന്ധി കടന്നു വന്നാലും അതിന്റെ ഇല പച്ചയായിരിക്കും. കുറച്ചു ദിവസം മഴ കിട്ടിയില്ലെങ്കിലോ കുറച്ചു ദിവസം ഒരു നനവ് കിട്ടിയില്ലെങ്കിലോ ആ വൃക്ഷത്തിന്റെ ഇല എപ്പോഴും പച്ചയായിരിക്കും. യഥാർത്ഥമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. കുറച്ചു ദിവസം നമ്മൾ ദൈവവചനം കേൾവിയില്ലാതായി പോയി കഴിഞ്ഞാൽ നമ്മൾ വാടിപ്പോകുന്നവരാണോ? ചില കാരണങ്ങളാൽ കുറച്ചു ദിവസം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ശക്തമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ വാടിപ്പോകുന്നവരാണോ? അങ്ങനെ ആകുന്നെങ്കിൽ അതിന്റെ കാരണം നമ്മുടെ വേര് യഥാർത്ഥമായിട്ട് ക്രിസ്തുവിൽ ആഴ്ന്നിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. യഹോവയിൽ തന്നെ നമ്മുടെ ആശ്രയമായി തീർന്നാൽ ഏത് വരൾച്ചയുള്ള കാലഘട്ടത്തിലും, ഏത് കഷ്ടതയുടെ ഇടയിലും, മറ്റുള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലും, ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന മേഖലകളിലും യഥാർത്ഥമായിട്ട് ദൈവവചനം നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വാടിപ്പോവാനായിട്ട് ഇടയായിത്തീരില്ല. ദൈവവചനത്തിന്റെ ആഴത്തിലേക്ക് നമ്മുടെ വേരുകൾ ഊന്നിറങ്ങുവാൻ, ചെറിയ ഉഷ്ണങ്ങൾ തട്ടുമ്പോൾ വാടി തളർന്ന് ക്രിസ്തീയ ജീവിതം എന്തിനെന്ന് ചോദ്യം ചെയ്യുന്നവരായി തീരാതെ, ഞാൻ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് എനിക്ക് എന്ത് ചോദ്യം ചെയ്യുന്നവരായി തീരാതെ, യഥാർത്ഥമായിട്ടുള്ള ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കർത്താവ് നമ്മളെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. അതിനാവശ്യം ദൈവവചനത്തിന്റെ സ്ഥിരമായിട്ടുള്ള വായന, നമ്മുടെ ഹൃദയത്തിന്റെ പലകളിൽ അത് എഴുതിച്ചേരുവാൻ കർത്താവ് നിങ്ങളെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ.